നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മളിവിടെ വായിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് 15-ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം എന്നുള്ള അധ്യായമായിരുന്നു വായിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനത്തെ ശ്ലോകം വായിച്ച് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ആ അധ്യായത്തിൽ നിന്ന് എന്തെല്ലാമാണ് മനസ്സിലായത് എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത അധ്യായത്തിലേക്ക് നോക്കാം. 16-ാമത്തെ അധ്യായം ദേവാസുര ഭാവങ്ങൾ. ആദ്യം കഴിഞ്ഞ അധ്യായത്തിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത് എന്നൊന്ന് പറയുക. എന്തെല്ലാം പോയിന്റ്സ് ആണ് നമ്മൾക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് ആദ്യത്തെ ശ്ലോകം വായിക്കാം. പുരുഷോത്തമ യോഗത്തിൽ നിന്ന് എന്തെല്ലാമാണ് മനസ്സിലായത്? ഭഗവാൻ എന്തിനെ കുറിച്ചാണ്? തലതിരിഞ്ഞ വൃക്ഷമാണ് എന്ത്? ഒരു ആൽവൃക്ഷമാണ്. ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും തലതിരിഞ്ഞ. ഭൗതിക ലോകത്തെ കുറിച്ചും ആധ്യാത്മിക ലോകത്തെ കുറിച്ചും പറഞ്ഞു. ഓക്കെ, എന്താണ് പറഞ്ഞത് ഭഗവാൻ? ഭൂമിയിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. കേട്ടില്ല മാതാജി. ഉഷ മാതാജി പറഞ്ഞോളൂ. ഭൂമിയിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. ഈ ഭൗതിക ലോകത്ത് ഭഗവാൻ ഭൂമിയിൽ ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്. ഓക്കെ, ഈ അധ്യായത്തിൽ ഭഗവാൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഗീതാ മാതാജി പറഞ്ഞോ. കൂടുതൽ ഇന്ദ്രിയ ആസക്തി അന്വേഷിച്ചു പോകുമ്പോൾ ഈ തലതിരിഞ്ഞ നിൽക്കുന്ന ഈ വൃക്ഷത്തിന്റെ താഴെ വശങ്ങളിലേക്ക് ജീവാത്മാവ് പോയിക്കൊണ്ടിരിക്കും. അതേപോലെ ഈ ജീവാത്മാവ് ഈ ഭൗതിക ലോകത്തിൽ തന്നെ കറങ്ങാൻ 3 കാരണങ്ങളാണുള്ളത്: അർത്ഥം, കാമം, മോക്ഷം. മോഹം. അർത്ഥം, കാമം, മോഹം എന്നീ 3 കാരണങ്ങളാലാണ് ജീവാത്മാവ് ഈ ഭൗതിക ലോകത്തിൽ തന്നെ കറങ്ങുന്നത്. ഭൗതിക ലോകമല്ല തന്റെ യഥാർത്ഥ വാസസ്ഥലമെന്ന് മനസ്സിലാക്കണം ഓരോ ജീവാത്മാവും. ഈ സത്യം മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്ത് കടന്ന് ആത്മീയ ലോകത്തിൽ എത്താൻ പറ്റുള്ളൂ. അവിടെയുള്ളത് സ്ഥിരമായിട്ടുള്ള ജീവിതമാണ്. അവിടെ ഭഗവാന്റെ നേരിട്ടുള്ള സാന്നിധ്യത്തെ നമുക്ക് അനുഭവിക്കാം. എല്ലാം ഞാൻ പറയണോ? വേറെ എന്തെല്ലാം പോയിന്റ്സ് ആണ്? വേറെ ആർക്കെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ? മാതാജി പറഞ്ഞത് കറക്റ്റ് ആണ്. ഗീതാ മാതാജി.
അപ്പോൾ ഭൗതിക ലോകം ഒരു തലതിരിഞ്ഞ വൃക്ഷമാണെന്നും അതിൽ നിന്നും നമ്മൾ ആത്മീയ ലോകത്തിലേക്ക് പോകണമെന്നും ഭഗവാൻ പറഞ്ഞു. വേറൊന്ന് എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്? ആത്മീയ ലോകത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ക്ഷരമാണ് ആത്മീയ ലോകത്തിൽ ഇരിക്കുന്ന ജീവാത്മാക്കൾ അക്ഷരമാണ്. ഇവർ നിരന്തരം ഭഗവാനെ സേവിക്കുന്നു. യെസ്, ഭൗതിക ലോകത്തിലുള്ളവർ ക്ഷരമാണ്, ആത്മീയ ലോകത്തിലുള്ളവർ അക്ഷരമാണ്. ഒരു ക്ഷരമായിട്ടുള്ളവർ ജരാനര ബാധിച്ച് ജനന മരണം അല്ലേ പ്രഭു, ജനന എന്നിവയിൽ ഉഴലുന്നു. ക്ഷരമായിട്ടുള്ളവർ ഭൗതിക ലോകത്തിലെ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കും. ഓക്കെ. ഭഗവാൻ ഇതിൽ രണ്ടിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന പരമപുരുഷൻ ഒരു വ്യക്തി മാത്രമാണ്, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു. യെസ്, ഭഗവാൻ ക്ഷരമോ അക്ഷരമോ അല്ല, ഭഗവാൻ അതിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന പരമപുരുഷനാണ്. ഓക്കെ. ഭഗവാൻ അഗ്നിയായിട്ടും ജലമായിട്ടും പ്രവർത്തിക്കുന്നു. ഭൗതിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് വ്യത്യസ്ത രീതിയിൽ ഭഗവാൻ സഹായങ്ങൾ നൽകുന്നുണ്ട്. അഗ്നിയായിട്ടും പ്രകാശമായിട്ടും സൂര്യപ്രകാശമായിട്ടും ഒക്കെ ഭഗവാൻ സഹായങ്ങൾ നൽകുന്നുണ്ട്. ഓക്കെ. ഭഗവാനെ മനസ്സിലാക്കാതെ വേദം പഠിച്ചാൽ ഇതൊന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട്. യെസ്, വേദം പഠിക്കുന്നത് ഭഗവാനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. വേദേശ സർവേ അഹമേവ വേദ്യവും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാനെ കുറിച്ച് ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മറ്റുള്ളവർ മായയിൽ പെട്ടുഴലുന്നു. ഭഗവാനെ മനസ്സിലാക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. 1000-ൽ ഒരാളിന് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് നേരത്തെ അധ്യായത്തിൽ പറയുന്നതാണ്. 7-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് എങ്ങനെ ഈ ഭൗതിക ലോകത്തിനോടുള്ള ആസക്തി ഇല്ലാതാവുന്നതെന്ന് പറയുന്നു. ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വായിക്കുക, ചർച്ച ചെയ്യുക, ഭഗവത് സേവനം ശീലമാക്കുക, സത്സംഗത്തിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള ഭഗവാനെ പരമപുരുഷനായി അംഗീകരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവര് ആത്മീയ ലോകത്തേക്ക് എത്താൻ സാധ്യത ഉണ്ടാവുന്നു. ആത്മീയ ലോകത്തിലേക്ക് പോകുന്നതിനുള്ള ക്വാളിറ്റീസ് പറഞ്ഞതാണ്. അമാനിത്വം, അസംബിത്വം, അഹിംസ, ശാന്തിരാർച്ചനം. ആത്മീയ ലോകത്തിന്റെ പ്രത്യേകതകളെ പറ്റി പറഞ്ഞു. അർജുനൻ ഭക്തനും അസൂയ ഇല്ലാത്ത ആളുമായതിനാൽ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു ഭഗവാൻ. ശങ്കരാചാര്യരും പറയുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷനെന്ന്. ശരിയല്ലേ? ഈ അധ്യായം ഏറ്റവും രഹസ്യമാണ്. അത് അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് അർജുനൻ ഭഗവാന്റെ ഭക്തനായത് കൊണ്ടാണ്. ഭഗവാൻ അവസാനം പറയുന്നുണ്ട് ഈ അധ്യായം ഏറ്റവും വളരെ രഹസ്യമാണ്, ഗുഹ്യതമം ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ശ്ലോകം വൈസ് പറയാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ അവിടെയും എവിടെയാണ് പറയുന്നത്? ഈ ലോകത്തിൽ നിയന്ത്രിക്കുന്നത് പരമദിവോത്തമ പുരുഷനാണ്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. 15-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് ചുരുക്കി ഓർഡറിൽ ആർക്കെങ്കിലും പറയാൻ സാധിക്കും? അതില് ഈശ്വരനെ മറന്ന് നമ്മൾ ജീവിക്കുന്നു ഭൗതിക ലോകത്തില്. പ്രഭുജി ഒന്ന് ശ്രമിക്കാം. പറഞ്ഞോളൂ ഗീത മഹർഷി, പറഞ്ഞോ. ഈ അധ്യായത്തിൽ ഭൗതിക ലോകത്തിന്റെ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നു. വേദത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കിയ ആൾ ഈ ഭൗതിക പ്രകൃതിയെ തലതിരിഞ്ഞ ഒരു വൃക്ഷമായി കാണുന്നു. കൂടുതൽ ഇന്ദ്രിയ ആസക്തി അന്വേഷിച്ചു പോകുമ്പോൾ തലതിരിഞ്ഞു നിൽക്കുന്ന ഈ വൃക്ഷത്തിന്റെ താഴെ വശങ്ങളിലേക്ക് പോകുന്നു. വേദങ്ങളിൽ പറയുന്ന 3 കാര്യങ്ങൾ അർത്ഥം, കാമം, മോഹം എന്നിവയിൽ പെടുന്ന ജീവാത്മാക്കൾ ഭൗതിക ലോകത്ത് തന്നെ കറങ്ങുവാൻ ഇടയാക്കുന്നു. ഈ ഭൗതിക ലോകമല്ല യഥാർത്ഥ വാസസ്ഥലം എന്ന് മനസ്സിലാക്കി, ഈ സത്യം മനസ്സിലാക്കി ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടന്നാൽ ആത്മീയ ലോകത്തിൽ എത്തുന്നു. അവിടെ സ്ഥിര ജീവിതമാണുള്ളത്. അവിടെ ഭഗവാന്റെ നേരിട്ടുള്ള സാന്നിധ്യം
അനുഭവിക്കാൻ സാധിക്കുന്നു. അവിടെ ഭഗവാനെ കാണുന്ന സമയം നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കണം. ഭഗവാൻ ഒരു വ്യക്തി തന്നെയാണ്. ആ ആത്മീയ ലോകത്തിൽ ചെന്ന് നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യണം. പിന്നെ പറയുന്നത് എങ്ങനെ ഈ ഭൗതിക ലോകത്തിലോടുള്ള ആസക്തി ഇല്ലാതാകുന്നു എന്ന്. ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വായിക്കുക, ചർച്ച ചെയ്യുക, ഭഗവത് സേവനം ശീലമാക്കുക. ഭഗവാന് മാത്രമേ മുക്തി നൽകാൻ സാധിക്കൂ എന്നുള്ളൂ. മുക്തി നൽകുന്നതിനായാൽ ഭഗവാനെ മുകുന്ദൻ എന്നറിയപ്പെടുന്നു. പിന്നീട് പറയുന്നത് ആരൊക്കെ ആത്മീയ ലോകത്തിലേക്ക് പോകുന്നു. മാനം, മോഹം എന്നിവയിൽ നിന്ന് മുക്തരായവർ, ഭഗവാനെ പരമപുരുഷനായി അംഗീകരിക്കുന്നവർ, ദുസംസർഗം ഒഴിവാക്കുന്നവർ. പിന്നീട് ആത്മീയ ലോകത്തിന്റെ പ്രത്യേകതയെ പറ്റി പറയുന്നു. അവിടെ പ്രകാശം ലഭിക്കുന്നതിന് സൂര്യന്റെയോ ചന്ദ്രന്റെയോ അഗ്നിയുടെയോ ആവശ്യമില്ല. അത് സ്വയം പ്രകാശിക്കുന്ന ലോകങ്ങളാണ്. അതേസമയം ഭൗതിക ലോകത്തിന്റെ സ്വഭാവം ഇരുട്ടാണ്. ആത്മീയ ലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരികെ വരേണ്ട ആവശ്യമില്ല. എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞ ലോകമാണിത്. പിന്നീട് ജീവനും ഭഗവാനും തമ്മിലുള്ള ബന്ധം. ഭഗവാന്റെ അംശങ്ങളാണ് എല്ലാ ജീവാത്മാക്കളും. എല്ലാ കാലത്തും അങ്ങനെ തന്നെ. ഭഗവാനിൽ നിന്നുള്ള അംശങ്ങൾ പൂർണ്ണ വ്യക്തികളാണ്. അവർ മനസ്സുൾപ്പെടെ 6 ഇന്ദ്രിയങ്ങളും കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നു. പിന്നെ ഈ ഭഗവാനിലുള്ള 2 തരം അംശങ്ങൾ, സ്വ അംശങ്ങളും വിഭിന്ന അംശങ്ങളും. ജീവാത്മാക്കൾ വിഭിന്ന അംശങ്ങളിൽ പെടുന്നു. പിന്നീട് ഭഗവാൻ പറയുന്നത് ആർക്കാണ് മനസ്സിലാകുന്നത്. യോഗ ചെയ്ത ആത്മസാക്ഷാത്കാരം നേടിയ യോഗിക്ക്, അതായത് കൃഷ്ണാവബോധമുള്ളവർക്ക് ഭഗവാനെ വേഗം മനസ്സിലാകും. ഭഗവാനെ പറ്റി കേട്ട് വിശ്വാസപൂർവ്വം സേവിക്കുന്നവർക്ക് ഭഗവാന്റെ കാരുണ്യം മൂലം ജ്ഞാനം ലഭിക്കുന്നതാണ്. പിന്നീട് ഭൗതിക ലോകത്തിൽ ഭഗവാൻ നമുക്കായി എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു തരുന്നു. ഒന്ന്, സൂര്യന്റെ തേജസ് ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നു. ഗ്രഹങ്ങളെയെല്ലാം യഥാസ്ഥാനത്ത് നിലനിർത്തുന്നു. വൈഷ്ണേശ്വരൻ എന്ന പേരുള്ള അഗ്നിയായി നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നു. പരമാത്മ രൂപത്തിൽ ഇരുന്ന് നമുക്ക് ഓർമ്മ, ജ്ഞാനം, മറവി എന്നിവ നൽകുന്നു. അതേപോലെ പുറമേ നിന്ന് മനുഷ്യനായിട്ട് വേദങ്ങളെ നൽകിയിരിക്കുന്നു. ഈ വേദങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാനെ പറ്റി തന്നെയാണ്. പിന്നീട് പറയുന്നത് 2 തരം പുരുഷന്മാരെ പറ്റി. തെറ്റുപറ്റുന്നവരും തെറ്റു പറ്റാത്തവരും. ഭൗതിക സമ്പർക്കത്താൽ ശരീരത്തിന് ക്ഷയം സംഭവിക്കുന്നു. അപ്പം തെറ്റുപറ്റുന്നവർ ശരം എന്നും, അതായത് ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കൾ. ആത്മീയ ലോകത്തിലെ ജീവാത്മാക്കളെ അക്ഷരം, അതായത് നാശമില്ലാത്തവർ എന്നും പറയുന്നു. ഭഗവാൻ ഈ 2 ജീവാത്മാക്കളിലും ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ്. പരമപുരുഷനായ ഭഗവാൻ ഒരൊറ്റ വ്യക്തി തന്നെയാണ്. എല്ലാ ജീവാത്മാക്കളെയും നിലനിർത്തി പോകുന്ന ഭഗവാനെ പരമപുരുഷനായി മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി എല്ലാം അറിയുന്നവനുമാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, യെസ്, ഹരേ കൃഷ്ണ. താങ്ക് യു ഗീത മാതാജി. വളരെ നന്നായിട്ട് പറഞ്ഞു, ചുരുക്കി പറഞ്ഞു ഈ ഒരു അധ്യായത്തെ. വെരി ഗുഡ്, താങ്ക് യു മാതാജി. യെസ്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? മാതാജി പറഞ്ഞതിന് പുറമെ ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോ ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കിയത്? ഹരേകൃഷ്ണ പ്രഭു, ഈ അധ്യായം വേദങ്ങളെ കുറിച്ച് മനസ്സിലാക്കി തരുന്നു. ഈ അധ്യായം മനസ്സിലാക്കിയ വ്യക്തി വേദങ്ങൾ മുഴുവൻ പഠിച്ചതിന് തുല്യമാണെന്ന് പറയുന്നു. പിന്നെ ഏഴാമത്തെ ശ്ലോകത്തിൽ ഭൗതിക ലോകം ജീവാത്മാവിനെ ത്രിഗുണങ്ങളെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണെന്ന് പറയുന്നു. മനസ്സാണ് ഇവിടെ ബന്ധിപ്പിക്കുന്നതെന്ന് പറയുന്നു. മനസ്സുകൾ ഉൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും മായ കൊണ്ട് സുഖവും ദുഃഖവും ഉണ്ടാക്കുന്നു. അത് അനുഭവിക്കേണ്ടതാണെന്നും ചിന്തിച്ച് മനുഷ്യൻ ജീവിക്കുന്നു. വേദത്തിന്റെ മുഴുവൻ സാരമാണ് 15ാം അധ്യായം. ജീവാത്മാവിന്റെ ഗതി പറയുന്നതാണ് ഈ അധ്യായം. അതുകൊണ്ട് മരണവേളയിൽ നമ്മൾ ഈ അധ്യായം മുഴുവനായി
വായിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ അതുപോലെ 8ാമത്തെ ശ്ലോകം നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചാണ് അടുത്ത ശരീരം കിട്ടുന്നതെന്ന് പറയുന്നു. മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സുലോചന മാതാജി. മറ്റു പോയിന്റ്സുകൾ കൂടി പറഞ്ഞു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ലാസ്റ്റ് ശ്ലോകത്തിന്റെ 2 പോയിന്റ് പറയാം. സഞ്ജയനി മാതാജി പറഞ്ഞു. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇതം ഉക്തം ഭയാനക ഏതത് ബുദ്ധിമാൻ കൃത എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവൻ എന്ന് പറയുന്നത് എന്നാണ്. ഭഗവാനെ അതേപടി മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നു. ആ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം ഭഗവാനെ നേട്ടമാണ്. ഭഗവാനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റൂ. ലാസ്റ്റ് ശ്ലോകത്തിന്റെ. യെസ്, താങ്ക് യു സഞ്ജയനി മാതാജി. ഈ ഒരു അധ്യായം വളരെ രഹസ്യമാണ്. മാത്രമല്ല ഇത് മനസ്സിലാക്കുന്നവർ ബുദ്ധിമാനാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കൃതകൃത്യശ്ച ഭാരത. വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഹരികൃഷ്ണ പ്രഭുജി, ഒരു ചെറിയൊരു പോയിന്റ് വിട്ടുപോയത് എന്ന് പറയാം. ഗാമാവിശ്യ ഭൂതാനി ധാരയാമഹ മോജസ പുഷ്ണാമി ചൗഷധി സർവ സോമഭുക്ത രസാത്മക. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രഭുജി. ഓരോ ഗ്രഹത്തിലും ഭഗവാൻ ഉൾപൂകിയിട്ട് ചന്ദ്രനായി തീർന്ന് സസ്യങ്ങൾക്ക് ജീവരസം നൽകുന്നു. അങ്ങനെ ആ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, എല്ലാ ഗ്രഹ സംവിധാനങ്ങളെയും നിലനിർത്തുന്നത് ഭഗവാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. യെസ്, ഓക്കെ, താങ്ക് യു സ്വപ്ന മാതാജി. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഭഗവാൻ അക്ഷരവുമല്ല ക്ഷരവുമല്ല എന്ന് പറയുന്നുണ്ട് പ്രഭു. യെസ്, ഭഗവാൻ ക്ഷരവുമല്ല അക്ഷരവുമല്ല, ഭഗവാൻ അതിന് ഉപരിയാണ് എന്ന് പറയും. ഓക്കെ, അപ്പം ഈ 15ാം അധ്യായം മുഴുവൻ ഭഗവാൻ ഉപദേശിച്ചതിൽ നിന്ന് നമുക്ക് ചുരുക്കിയിട്ട് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്? ഈ അധ്യായം കേട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്? ഭഗവാനാണ് പരമപുരുഷനെന്ന് മനസ്സിലാക്കി ഭഗവാനെ സേവിക്കുക. അങ്ങനെയുള്ളവര് ഭൗതിക ലോകത്തിൽ നിന്ന് വിട്ട് ആത്മീയ ലോകത്തിലേക്ക് എത്താൻ പ്രാപ്തരാകുന്നു. യെസ്, അതായത് ഈ അധ്യായത്തിൽ ഭഗവാന്റെ ധാമത്തിനെ കുറിച്ച് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ അധ്യായം പൂർണ്ണമായിട്ടും പറഞ്ഞു തരുന്നത്. യെസ്, ഭഗവാന്റെ ഒരു ഇൻവിറ്റേഷൻ ആണ് അല്ലേ. ഭഗവാൻ നമ്മളെ ക്ഷണിക്കുകയാണ്. തദ്ധാമ പരമം മമ, അവിടെ എന്റെ ധാമമുണ്ട്, അവിടെ ഇരുട്ടില്ല, നിങ്ങൾ എല്ലാവരും എന്റെ അംശമാണ്. അവിടേക്ക് വരാനുള്ള ഒരു ക്ഷണമാണ് ഭഗവാന്റെ അല്ലെ. ഈ ഒരു അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഭഗവാന്റെ ഉദ്ദേശം എന്താണ്. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കണം, എല്ലാവരും എന്റെ ധാമത്തിലേക്ക് വരണം എന്ന് ഭഗവാൻ പറയുന്ന ഭഗവാന്റെ ഒരു ക്ഷണമാണ് ഈ അധ്യായം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പുരുഷോത്തമ യോഗം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേദത്തിന്റെ മുഴുവൻ ചുരുക്കമാണ്. അതുപോലെ 10ാം ശ്ലോകത്തില് പ്രഭു പറയുന്ന ഗുരുപരമ്പരയിൽ നിന്ന് ജ്ഞാനം ലഭിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ എന്നും പറയുന്നുണ്ടല്ലോ. വ്യത്യസ്ത ശരീരങ്ങൾ എങ്ങനെ ലഭിക്കുന്നു എന്നും മനസ്സിലാക്കണമെങ്കിൽ ഗുരുപരമ്പരയിൽ കൂടി വരുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. യെസ്, ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ആത്മാവിന്റെ ചക്രം വിമൂഢാൻ അനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷാം, അതാണ് മാതാജി പറഞ്ഞിട്ടുള്ള ശ്ലോകം. അതായത് ഭഗവാനെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു ജീവൻ ഇവിടെ കിടന്ന് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിക്കുകയാണ്. അതേപോലെ ഭഗവാൻ അക്ഷരങ്ങൾക്കും ഉപരിയായിട്ടുള്ള പരമപുരുഷനാണ് എന്നുള്ള കാര്യമൊക്കെ ആർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ? ജ്ഞാനചക്ഷുഷ, ആത്മീയ ഗുരുവിൽ നിന്ന് കേൾക്കുന്ന, ജ്ഞാനം സ്വീകരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ലാതെ നമ്മൾക്ക് നമ്മുടെ ഊഹങ്ങൾ കൊണ്ടോ
അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ ചെയ്തത് കൊണ്ട് ഈ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവരെ വിമൂഢ എന്നാണ് ഭഗവാൻ പറയുന്നത്. അവര് യഥാർത്ഥ മാർഗത്തിൽ വരുന്നില്ല. ഗുരുപരമ്പരയിൽ നിന്ന് കേൾക്കാൻ അവർ തയ്യാറാകുന്നില്ല. അങ്ങനെ കേട്ടാൽ മാത്രമേ അവർക്ക് ഈ ജ്ഞാനം ലഭിക്കുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, യെസ്, നമ്മള് 15-ാമത്തെ അധ്യായം വായിച്ചു. ഇന്ന് നമുക്ക് 16-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. 16-ാമത്തെ അധ്യായത്തിന്റെ പേര് ദേവാസുര ഭാവങ്ങൾ. കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ച തന്നെയാണ് ഈ അധ്യായം. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർമാനുബന്ധീനി മനുഷ്യലോകെ. ഈ ലോകത്തിലുള്ള എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് ബന്ധിതരാണ്. ചില ആളുകള് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു, ചില ആളുകൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നു. പുണ്യകർമ്മങ്ങൾ ചെയ്ത ആളുകൾ ഉയർന്ന ലോകത്തിലേക്ക് പോകും, പാപകർമ്മങ്ങൾ ചെയ്യുന്നവര് താഴ്ന്ന ലോകത്തിലേക്ക് പോകും. പക്ഷെ എല്ലാവരും പോകുന്നത് എങ്ങോട്ട് തന്നെയാണ്? എവിടെ തന്നെയാണ്? ഈ വൃക്ഷത്തിനകത്ത് തന്നെയാണ്. ഈ വൃക്ഷത്തിനകത്ത് വ്യത്യസ്ത ലോകങ്ങളിലാണ് എല്ലാവരും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരാണ് ഉയർന്ന ലോകത്തിലേക്ക് പോകുന്നത്, ആരാണ് താഴ്ന്ന ലോകങ്ങളിലേക്ക് വീണു പോകുന്നത് എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ 2 സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഈ അധ്യായത്തിൽ. ദേവാസുര ഭാവങ്ങൾ, ദൈവിക സ്വഭാവമുള്ള ആളുകളെ കുറിച്ചും ആസുരിക സ്വഭാവമുള്ള ആളുകളെ കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആസുരിക സ്വഭാവമുള്ളവർ താഴോട്ടാണ് പോകുന്നത്, ദൈവിക സ്വഭാവമുള്ളവരാണ് ഉയർന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ അത് അറിയണം. എന്താണ് ദൈവിക സ്വഭാവം, എന്താണ് ആസുരികമായിട്ടുള്ള സ്വഭാവം എന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ തന്നെ ഈ 2 സ്വഭാവം ഉണ്ടാവും അല്ലെ. അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ ഒരാളല്ല, അല്ലെങ്കിൽ ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ ഒരാൾ മാത്രമല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവിക സ്വഭാവം ആസുരിക സ്വഭാവമുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വഭാവങ്ങൾ, നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള സ്വഭാവം നമ്മൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. സ്വഭാവങ്ങൾ മാറ്റാൻ സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, സ്വഭാവം ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗുണവുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ടാണ്. തമോ ഗുണവുമായിട്ട് ബന്ധപ്പെട്ടാൽ തമോ ഗുണത്തിലുള്ള സ്വഭാവം ഉണ്ടാവും. രജോ ഗുണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രജോ ഗുണത്തിനനുബന്ധിച്ച സ്വഭാവം ഉണ്ടാവും. സാത്വിക ഗുണവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സാത്വിക സ്വഭാവം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, സാത്വിക ഗുണവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്വഭാവം എന്താണ്, ആക്ച്വലി നമ്മളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്, നമ്മുടെ പെരുമാറ്റം എന്തായിരിക്കും, നമ്മുടെ ചിന്താഗതി എന്തായിരിക്കും, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് അത് അറിഞ്ഞ് മാറ്റം വരുത്താൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആസുരിക സ്വഭാവം ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണ്, ഞാൻ നല്ല ഒരാളാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ചിന്താഗതി എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് സാധിക്കാത്ത അവസ്ഥ. അപ്പം ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും ആസുരികമായിട്ടുള്ള സൈക്കോളജിയും ദൈവികമായിട്ടുള്ള സൈക്കോളജിയെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. 2 സ്വഭാവങ്ങൾ ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചില സ്വഭാവങ്ങളെ വളർത്തിയെടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ വിശദമായിട്ട് ദൈവിക സ്വഭാവത്തെക്കുറിച്ചും ആസുരിക സ്വഭാവത്തെക്കുറിച്ചും പറഞ്ഞു തരുന്നുണ്ട്. കൂടുതൽ പറയുന്നത് ആസുരിക സ്വഭാവത്തെ കുറിച്ചാണ്. കാരണം കൂടുതൽ ആസുരിക സ്വഭാവമാണ് ഉള്ളത് നമ്മുടെ മനസ്സിന് അകത്ത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അല്ലെ. ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ്. കണ്ണാടി നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും നമ്മുടെ മുഖത്ത് എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മുഖം എങ്ങനെയുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ നമ്മുടെ മനസ്സിനകത്തേക്ക് നോക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ അധ്യായത്തിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ കുറിച്ചൊക്കെ ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ശ്ലോകം വായിക്കാം. ആദ്യത്തെ 3 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ്. ഈ 3 ശ്ലോകങ്ങളും ദൈവിക സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാൻ ആദ്യം ദൈവിക സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ദൈവിക സ്വഭാവത്തെ ചുരുക്കിയാണ് പറയുന്നത്.
അസുരിക സ്വഭാവത്തെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ആസുരിക സ്വഭാവം നമ്മളെ നരകീയ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ താഴോട്ട് പോകും. നമ്മൾ വിചാരിക്കും എല്ലാം ഓക്കെയാണ്, ഞാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉയർന്നാണ് പോകുന്നത്, ഞാൻ ഭഗവാന്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ട് പോകും? താഴോട്ട് പോകും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി ഭഗവാൻ എടുത്തെടുത്ത് ഓരോ സ്വഭാവങ്ങളെ കുറിച്ച് നമ്മൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരണം. നമ്മൾ ഇത് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു അധ്യായമാണ്. ആദ്യത്തെ 3 ശ്ലോകങ്ങൾ വായിക്കാം. ഭഗവാൻ പറയുന്നതാണ്: ശ്രീ ഭഗവാൻ വാച അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ തപ ആർജവം അഹിംസ സത്യമക്രോധ ത്യാഗ ശാന്തി അപൈശുനം ദയാഭൂതേശ അലോലുപ്തം മാർദ്ദവം പ്രീ അചാപരം തേജക്ഷമാ ധൃതി ശൗചം അദ്രോഹോ നാതിമാനിക ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത. ഭഗവാൻ ആദ്യം തന്നെ പറയുന്നത് ദൈവിക സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു. ദൈവിക സ്വഭാവങ്ങളെ കുറിച്ച് ചുരുക്കി പറഞ്ഞു. വിശദമായിട്ട് ശ്രീല പ്രഭാതർ ഭാവാർത്ഥത്തിൽ ഓരോ സ്വഭാവം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അഭയം, എന്താണ് സത്വസംശുദ്ധി, എന്താണ് ജ്ഞാനയോഗ വ്യവസ്ഥിതി, എന്താണ് ദാനം, ആരാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് വായിക്കാം. വായിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് കുറച്ച് കൂടുതൽ പേജുണ്ട്, ഒരു 3 പേജുണ്ട്. വേണമെങ്കിൽ 2 ഭക്തന്മാർക്ക് മാറി മാറി വായിക്കാം. 3 പേജല്ല, എന്നാലും 5 പേജ്. യെസ്, ആരാണ് വായിക്കാൻ തുടങ്ങുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശിവരാമൻ പ്രഭുജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 16 ദേവാസുരഭാവങ്ങൾ. ശ്രീകൃഷ്ണായ നമഃ. ശ്രീ ഭഗവാനുവാച അഭയം സത്വസംശുദ്ധ്യ ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ തപ ആർജവം അഹിംസ സത്യമക്രോധ ത്യാഗ ശാന്തിരഭീഷുനം യദ്ദയാ ബോധേഷ്വലോലുപത്വം മാധവം ഹ്രീരജാ അജാബലം തേജ ക്ഷമാധൃതി ശൗചമതോ മദ്രോഹോ ന അതിമാനിത ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത. പരമവിദ്യോത്തമ പുരുഷൻ പറഞ്ഞു: ഹേ ഭാരത, നിർഭയത, അസ്തിത്വത്തിന്റെ ശുദ്ധി, ആധ്യാത്മിക ജ്ഞാനനിഷ്ഠ, ദാനം, ആത്മനിയന്ത്രണം, യജ്ഞം, വേദപഠനം, തപസ്, ലാളിത്യം, അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ത്യാഗം, ശാന്തി, പരദൂഷണത്തിൽ വെറുപ്പ്, സർവജീവികളോടും കാരുണ്യം, ലോഭമില്ലായ്മ, മൃദുല സ്വഭാവം, വിനയം, മൃദുല സ്വഭാവം, വിനയം, സ്ഥിരനിശ്ചയം, തേജസ്, ക്ഷമ, ധൈര്യം, ശൗചം, അസൂയാരാഹിത്യം, ബഹുമതിക്കുള്ള വാഞ്ചയില്ലായ്മ, അതെല്ലാം ദിവ്യ പ്രകൃതിയിൽ അനുഗ്രഹീതരായ ദൈവികതയുള്ളവർക്കുള്ള ഗുണങ്ങളാണ്. ഭാവാർത്ഥം: 15-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഈ ഭൗതിക പ്രപഞ്ചമാകുന്ന അരയാൽ വൃക്ഷത്തെ പറ്റി വിവരിച്ചുവല്ലോ. അവിടെ ജീവാത്മാക്കളുടെ പുണ്യപാപകർമ്മങ്ങൾ ആ അരയാൽ വൃക്ഷത്തിന്റെ വേരുകൾ എന്ന് പറഞ്ഞു. 9-ാം അധ്യായത്തിലും ദേവന്മാരെയും ഈശ്വരന്മാരായ അസുരന്മാരെയും കുറിച്ച് വിവരിക്കുന്നു. ദൈവിക സിദ്ധാന്തപ്രകാരം സ്വാത്യകർമ്മങ്ങൾ മോക്ഷ പന്ഥാവിലൂടെയുള്ള മുന്നേറ്റത്തെ സഹായിക്കുന്നതിനാൽ അവ ദൈവിക പ്രകൃതിയുള്ളവ എന്നറിയപ്പെടുന്നു. ആധ്യാത്മിക സ്വഭാവമുള്ളവർ അഥവാ ദിവ്യ പ്രകൃതിയിൽ സ്ഥിതി ചെയ്തു പോരുന്നവർ മുക്തിമാർഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. രജസ്തമോ ഗുണങ്ങളുടെ പ്രേരണയ്ക്കടിമപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കാകട്ടെ മുക്തി നേടാനാവില്ല. ഭൗതിക പ്രപഞ്ചത്തിൽ ഒന്നുകിൽ മനുഷ്യരായി തന്നെ അവർ ജീവിതം നയിക്കും, അല്ലെങ്കിൽ മൃഗങ്ങളായോ അതിലും താഴെയുള്ള ജീവികളായോ പിറന്നുവെന്നും വരാം. ദൈവിക പ്രകൃതിയെയും അതിനു അനുയോജ്യങ്ങളായ സ്വഭാവ വിശേഷങ്ങളെയും അതോടൊപ്പം ആസുര പ്രകൃതിയെയും തൽസ്വഭാവങ്ങളെയും അവയുടെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും ഈ 16-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. ദിവ്യഗുണ ജാതരായവരെ പറ്റി അഥവാ ദൈവിക
പ്രവണതയുള്ളവരെ പറ്റി പറയുമ്പോൾ അഭിജാതസ്യ എന്ന പദം ഉപയോഗിച്ചത് ശ്രദ്ധേയമാണ്. ദൈവികതയാർന്ന ചുറ്റുപാടുകളിൽ സന്താനോത്പാദനം നടത്തുന്നതിനെയാണ് ദൈവിക ഗ്രന്ഥങ്ങൾ ഗർഭധാന സംസ്കാരമെന്ന് പറയുന്നത്. ദൈവിക ഗുണങ്ങളോട് കൂടിയ പുത്രൻ ജനിക്കണമെങ്കിൽ അച്ഛനമർ മനുഷ്യൻ സാമൂഹിക ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന 10 നിയമങ്ങൾ അനുസരിച്ചിരിക്കണം. മുമ്പ് തന്നെ ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൽസന്താന ലാഭത്തിനായുള്ള ലൈംഗിക ജീവിതം കൃഷ്ണൻ തന്നെ എന്ന് കൃഷ്ണാവബോധപൂർവം അനുഷ്ഠിക്കപ്പെട്ടാൽ ഈ പ്രക്രിയ നിഷിദ്ധമല്ല. കൃഷ്ണാവബോധമുള്ളവരെങ്കിലും പൂച്ചകളും നായ്ക്കളും ചെയ്യുന്നതുപോലെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കട്ടെ. മക്കൾക്ക് ജനനശേഷം കൃഷ്ണാവബോധം ഉദിക്കത്തക്ക വിധത്തിലായി ഇരിക്കണം അവരുടെ സംയോഗം. കൃഷ്ണാവബോധത്തിൽ മുഴുകിയ മാതാപിതാക്കന്മാരുടെ സന്താനങ്ങൾക്ക് ഈ നേട്ടമുണ്ടാകണം. ഈ വിഭജനം മനുഷ്യ സമൂഹത്തെ ജന്മാടിസ്ഥാനത്തിൽ തരംതിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, വിദ്യാഭ്യാസ യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ വിഭജനം വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഉദ്ദേശം സമൂഹത്തിൽ ശാന്തിയും ഐശ്വര്യവും നിലനിർത്തുക എത്രേ. മുമ്പ് പ്രസ്താവിച്ചവയാണ് ദൈവിക ഗുണങ്ങൾ. അവ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി നൽകത്തക്കവണ്ണം ആധ്യാത്മിക ജ്ഞാനത്തെ വളർത്തിയെടുക്കുന്നു. വർണ്ണാശ്രമ വ്യവസ്ഥ പ്രകാരം സമൂഹത്തിലെ സകല വിഭാഗങ്ങളുടെയും തലവൻ അഥവാ ആധ്യാത്മിക ഗുരുവാണ് സന്യാസി. ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന സമൂഹത്തിന്റെ മറ്റ് 3 വിഭാഗങ്ങളുടെയും ആധ്യാത്മിക ഗുരുവായി കരുതപ്പെടുന്നു ബ്രാഹ്മണൻ. സർവോത്കൃഷ്ടനായ സന്യാസിയാകട്ടെ ബ്രാഹ്മണരുടെയും ആധ്യാത്മിക ഗുരുവാണ്. സന്യാസിക്ക് ആദ്യമായി ഉണ്ടാകേണ്ടുന്ന ഗുണം നിർഭയതയാണ്. അദ്ദേഹം ഏകനാണ്, നിരാശ്രയനാണ്. ആരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാതെ പരമപുരുഷോത്തമന്റെ കാരുണ്യത്തെ മാത്രം അയാൾ ആശ്രയിക്കണം. ബന്ധുക്കളെയെല്ലാം ത്യജിച്ചു പോയാൽ പിന്നെ ആരുണ്ട് രക്ഷിക്കാൻ എന്ന് സംശയിക്കുന്ന ഒരാൾ സന്യാസം സ്വീകരിച്ചുകൂടാ. ശ്രീകൃഷ്ണ ഭഗവാൻ പരമാത്മസ്വരൂപിയായി തന്റെ ഹൃദയത്തിലുണ്ടെന്നും അദ്ദേഹം തന്റെ പ്രവൃത്തികൾക്ക് സാക്ഷിയും ഉദ്ദേശങ്ങൾ അറിയുന്നവനുമാണെന്നും സന്യാസിക്കു ദൃഢവിശ്വാസം ഉണ്ടാവണം. പരമാത്മരൂപിയായ കൃഷ്ണൻ തനിക്ക് സ്വയം അർപ്പണം ചെയ്ത ഒരാത്മാവിനെ രക്ഷിക്കും. താൻ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല. വനാന്തരങ്ങളിൽ കൊടും കൂരിരുട്ടിലും കൃഷ്ണൻ എന്നോടൊപ്പം ഉണ്ടാവും, എന്നെ കൈവിടില്ല എന്ന് അയാൾക്ക് ബോധ്യമാവണം. ഈ ദൃഢവിശ്വാസമാണ് അഭയം എന്ന ഗുണം സന്യാസിക്ക് ഇത് കൂടിയേ കഴിയും. അയാൾ സ്വജീവിതത്തെ ശുദ്ധീകരിക്കണം. സന്യാസിക്ക് അനുസരിക്കേണ്ട നിയമ നിബന്ധനകൾ പലതുമുണ്ട്. ഏറ്റവും പ്രധാനമായത് സ്ത്രീകളുമായുള്ള അടുത്ത ബന്ധം പാടില്ല എന്നു തന്നെ. വിജനസ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നതിൽ നിന്ന് പോലും സന്യാസി വിലക്കപ്പെട്ടിരിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭു ഒരു ആദർശ സന്യാസിയായിരുന്നു. അദ്ദേഹം പുരിയിൽ താമസിച്ച കാലത്തെ ഭക്തകളായ സ്ത്രീകൾ അടുത്തു വന്ന് വന്ദിക്കുന്നത് പോലും വിലക്കിയിരുന്നു. അവർക്ക് ദൂരെ നിന്ന് പ്രണമിക്കുക മാത്രം ചെയ്യാം. സ്ത്രീവർഗത്തോടുള്ള വിരോധമായി ഇതിനെ കണക്കാക്കിക്കൂടാ. സ്ത്രീകളുമായി അടുത്തിടപഴകാൻ പാടില്ല എന്ന കർക്കശ നിയമം സന്യാസികൾ അനുഷ്ഠിക്കേണ്ടതാണ്. ഒരാൾ തന്റെ നിലനിൽപ്പിനെ ശുദ്ധീകരിക്കുന്നതിന് ജീവിതത്തിലെ ഓരോ ആശ്രമത്തിലും ഉദിഷ്ടങ്ങളായ നിയമ നിബന്ധനകൾ കർശനമായി അനുഷ്ഠിക്കേണ്ടതാണ്. മാതൃകാ സന്യാസിക്ക് സ്ത്രീ സംസർഗവും വിഷയഭോഗേച്ഛ നിറവേറ്റാനായുള്ള ധനാർജനവും വിലക്കപ്പെട്ടവയാണ്. ഒരു സന്യാസിയായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിതത്തിൽ നിന്നറിയാം സ്ത്രീകളുടെ കാര്യത്തിൽ അദ്ദേഹം എത്ര കർക്കശമായ നിഷ്ഠ പുലർത്തിപ്പോന്നുവെന്ന്. അത്യുദ്ധാരനായ ഒരു അവതാര പുരുഷനാണ് അദ്ദേഹം. അങ്ങേയറ്റം മതം പതിച്ചുപോയ ബദ്ധ ജീവാത്മാക്കളെയും അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു. എന്നാലും സ്ത്രീ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സന്യാസാശ്രമികൾക്ക് വിധിക്കപ്പെട്ട നിബന്ധനകളെ പിഴയ്ക്കാതെ അനുസരിച്ചിരുന്നു. തന്റെ സഹചാരികളിൽ ഒരാളായ ചേട്ട
ചോട്ട ഹരിദാസൻ വിശ്വസ്തരായ മറ്റുള്ളവരോടൊപ്പം ചൈതന്യ മഹാപ്രഭുവുമായി ഇടപഴകിയിരുന്നു. എന്നാൽ ഒരു യുവതിയെ കാമാസക്തിയോടെ നോക്കിപ്പോയതിന് അയാളെ സന്തത സഹചാരികളുടെ സംഘത്തിൽ നിന്ന് അദ്ദേഹം ഉടനെ ബഹിഷ്കരിക്കുകയുണ്ടായി. ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, സന്യാസിയായാലും അല്ലെങ്കിലും ഭൗതിക പ്രകൃതിയുടെ കെട്ടുപാടുകളിൽ നിന്ന് മോചനം നേടി ആധ്യാത്മിക പ്രകൃതിയിലേക്ക്, ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചെത്താൻ ഉത്കണ്ഠയുള്ള ഒരാൾക്ക് ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി സ്ത്രീകളുടെയോ ഭൗതിക വിഭവങ്ങളുടെയോ നേർക്ക് നോക്കുന്നത് പോലും ഇവയുടെ ഭോഗമല്ല. അവയെ ആസ്തിയോടെ നോക്കുന്നതുകൂടി നിഷിദ്ധമാണ്. അത്തരം വിലക്കപ്പെട്ട വാസനകളെ പുലർത്തുന്നതിനേക്കാൾ ആത്മഹത്യയായിരിക്കും അവർക്കു നല്ലത്. ഇതാണ് വിശദീകരണ പ്രക്രിയ. ഇനി ജ്ഞാനയോഗ വ്യവസ്ഥയെ പറ്റി പറയാം. ജ്ഞാനം വളർത്തിയെടുക്കലാണിത്. ആത്മീയ പുരോഗതിക്കുള്ളതാണ്. ശരിയായ ജീവിതം എന്നത് മറന്നുപോയ ഗൃഹസ്ഥന്മാർക്കും മറ്റും ജ്ഞാനം പകർന്നു കൊടുക്കുകയാണ് സന്യാസി ജീവിതത്തിന്റെ ഉദ്ദേശം. ഒരു സന്യാസി തന്റെ ജീവിത ാരണത്തിന് ഭിക്ഷ തേടി വീടുതോറും കയറി ഇറങ്ങേണ്ടതാണ്. എന്നാൽ അതുകൊണ്ട് അയാൾ വെറും പിച്ചക്കാരനാണെന്നർത്ഥമാവുന്നില്ല. ആധ്യാത്മികാവസ്ഥയിലുള്ള മനുഷ്യന്റെ ഗുണങ്ങളിലൊന്നാണ് വിനയം. ഈ ശരിയായ വിനയത്താലാണ് സന്യാസി വീടുതോറും സഞ്ചരിക്കുന്നത്. ഭിക്ഷയ്ക്കായല്ല. മറ്റ് ഗൃഹസ്ഥന്മാരെ നേരിട്ട് കണ്ട് അവരെ കൃഷ്ണാവബോധവാന്മാരാക്കുന്നതിനാണ് ഈ സഞ്ചാരം. സന്യാസിയുടെ കടമയാണിത്. അയാൾ യഥാർത്ഥ പുരോഗതി നേടിയിട്ടുണ്ടെങ്കിൽ തന്റെ ആധ്യാത്മിക ഗുരുവിന്റെ അനുമതിയോടെ വിവേകത്തോടും യുക്തിയോടും കൂടി കൃഷ്ണാവബോധം പ്രചരിപ്പിക്കണം. അത്രത്തോളം പുരോഗമിച്ചിട്ടില്ലെങ്കിൽ സന്യാസം സ്വീകരിക്കുകയുമരുത്. വേണ്ടുന്നത്ര അറിവ് നേടുന്നതിന് മുമ്പ് സന്യാസം കൈക്കൊണ്ടു എന്നിരിക്കലും അയാൾ വിശ്വാസനായ ഒരു ആധ്യാത്മികാചാര്യനിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കുന്നതിൽ മുഴുകിയിരിക്കണം. നിർഭയത്വവും സത്വശുദ്ധിയും ജ്ഞാനവും സന്യാസിക്ക് കൂടിയേ തീരൂ. ദാനമാണ് മറ്റൊരു ഗുണം. ഇത് ഗൃഹസ്ഥന്മാർക്ക് അനുയോജ്യമാണ്. ഗൃഹസ്ഥൻ മാന്യമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് ജീവിക്കാൻ വേണ്ടി. ഹരേ കൃഷ്ണ. താങ്ക് യു ഗുരുജി. നമുക്ക് ബാക്കി ഇവിടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഗുരുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ആദ്യം ഇവിടെ ആകെ 26 ഗുണങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. ഈ 26 ഗുണങ്ങളും ദൈവികമായിട്ടുള്ള ഗുണങ്ങളാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 3 ഗുണങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പം വായിച്ചിട്ടുള്ളത്. ഭാവാർത്ഥത്തിൽ ആദ്യത്തെ 3 ഗുണങ്ങൾ ഭഗവാൻ പറയുന്നത് ആദ്യ വരിയിലുള്ള 3 ഗുണങ്ങളാണ്. ശ്രീ ഭഗവാൻ വാച അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി. ഇത് 3 നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി. ഇതാണ് ഈ 3 ഗുണങ്ങളാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത്. ഈ 3 ഗുണങ്ങളും ഇപ്പോൾ ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നത് ഇത് 3 ഗുണങ്ങളും പ്രധാനമായിട്ടും സന്യാസിമാർക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. സന്യാസിമാർക്ക് ഈ 3 ഗുണങ്ങളും ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടാകേണ്ടതാണ് എന്ന് പറയുന്നത്. ഒന്ന്, ആദ്യത്തെ ഗുണം എന്താണ്? അഭയമാണ്. അഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥ. ആർക്കാണ് ഭയമില്ലാത്തത് എന്നിവിടെ വിശദീകരിച്ചു. ഭഗവാനിൽ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച ഒരു വ്യക്തിക്കാണ് ഭയമില്ലാതിരിക്കുന്നത്. അല്ലെ, ഭഗവാന് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഭഗവാൻ അറിയുന്നുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. എന്റെ ഉദ്ദേശം എന്താണെന്ന് ഭഗവാൻ അറിയാം. എന്നെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കാൻ ഭഗവാന് സാധിക്കും എന്നുള്ള ബോധ്യമാണ് അഭയത്തിന്റെ അടിസ്ഥാനം എന്നിവിടെ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കും. ഭഗവാനെ മറക്കുമ്പോഴാണ് നമ്മൾക്ക് ഭയമുണ്ടാകുന്നത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഭയത്തിന്റെ ഉറവിടം എവിടുന്നാണ്, എങ്ങനെയാണ് നമ്മൾക്ക് ഭയമുണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഭയമുണ്ടാകുന്നത്. എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഭയമുണ്ടാകുന്നത്. അല്ലെ, യഥാർത്ഥത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അത് മറന്നു പോകുന്ന സമയത്താണ് നമ്മൾക്ക് ഭയമുണ്ടാകുന്നത്. തിരിച്ച് വീണ്ടും ഭഗവാനെ ശരണം പ്രാപിച്ച് എൻ്റെ തൊട്ടടുത്ത് ഭഗവാൻ ഇരിക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ ഭഗവാൻ അറിയുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നുണ്ട്, എൻ്റെ ഉദ്ദേശം ഭഗവാൻ അറിയാം
എന്നെ എല്ലാ സാഹചര്യത്തിലും സംരക്ഷിക്കാൻ ഭഗവാന് സാധിക്കും എന്ന് ഉറച്ച വിശ്വാസം വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾക്ക് ഭയത്തിൽ നിന്ന് അഭയത്തിലേക്ക് പോകാൻ സാധിക്കും, ഭയമില്ലാത്ത അവസ്ഥ. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ഭഗവാനെ തന്നെ ആശ്രയിക്കാം. അത് സന്യാസിമാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്വാളിറ്റി അത്യാവശ്യമാണ്. കാരണം അവരൊറ്റയ്ക്കാണ്, അവർ വീട്ടിലല്ല താമസിക്കുന്നത്, അവർ സമൂഹത്തിന്റെ സഹായത്താലല്ല താമസിക്കുന്നത്, അവർ യഥാർത്ഥത്തിൽ ഭഗവാനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ജീവിക്കുന്നതിന് ആ ഒരു അഭയം, ഭഗവാൻ എന്നെ സംരക്ഷിക്കും എന്നുള്ള ഒരു ദൃഢവിശ്വാസം ഉണ്ടായിരിക്കേണ്ടതാണ്. അതാണ് ഭഗവാൻ പറയുന്ന ആദ്യത്തെ ദൈവികമായിട്ടുള്ള ഗുണം, അഭയം. ഈ അഭയം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോൾ മാത്രമേ അഭയം ഉണ്ടാവുന്നുള്ളൂ. അല്ലെ, ഭഗവാന്റെ പാദം അഭയചരണം എന്നാണ് അറിയപ്പെടുന്നത്. അഭയചരണം, ശരണം പ്രാപിച്ചവർക്ക് അഭയം നൽകുന്ന വ്യക്തിയാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ അഭയം എന്നുള്ള ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ക്വാളിറ്റി സത്വസംശുദ്ധിയാണെന്ന് പറഞ്ഞു. സത്വസംശുദ്ധി, സത്വസംശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള ജീവിതമാണ്. ധാർമ്മികമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ജീവിതം, ഇതും പ്രത്യേകിച്ച് സന്യാസിമാർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ക്വാളിറ്റിയാണ്. അധാർമികമായിട്ടുള്ള മാർഗങ്ങളിലേക്ക് അവർ ഒരിക്കലും പോകാൻ പാടില്ല. അധാർമിക മാർഗങ്ങൾ ഒരിക്കലും ഒരു സന്യാസിക്ക് യോജിച്ചതല്ല. ഇവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ ഒരു കാര്യം ശ്രീല പ്രഭാതർ എടുത്തു പറയുന്നുണ്ട്. ഒരു വ്യക്തി സന്യാസിയായാലും അല്ലെങ്കിലും അധാർമിക മാർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരിക്കലും മോക്ഷം ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. സന്യാസിയായാലും അല്ലെങ്കിലും ഭൗതിക പ്രകൃതിയുടെ കെട്ടുപാടുകളിൽ നിന്ന് മോചനം നേടി ആധ്യാത്മിക പ്രകൃതിയിലേക്ക്, ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താൻ ഉത്കണ്ഠയുള്ള ഒരാൾക്ക് ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി സ്ത്രീകളുടെയോ ഭൗതിക വിഭവങ്ങളുടെയോ നേർക്ക് നോക്കുന്നത് പോലും, ഇവയുടെ ഭോഗമല്ല, അവയെ ആർത്തിയോടെ നോക്കുന്നത് പോലും നിഷിദ്ധമാണ്. അത്തരം വിലക്കപ്പെട്ട വാസനകളെ പുലർത്തുന്നതിനേക്കാൾ ആത്മഹത്യയായിരിക്കും അവർക്ക് നല്ലത്. ഇതാണ് വിശുദ്ധീകരണ പ്രക്രിയ. വിശുദ്ധീകരണ പ്രക്രിയയിൽ ചൈതന്യ മഹാപ്രഭു വളരെ സ്ട്രിക്റ്റ് ആണ്. അല്ല, സന്യാസത്തിന്റെ അദ്ദേഹം മാതൃകാ സന്യാസിയായിട്ട് ഒരു സന്യാസി എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു തരികയും ചെയ്തു. കലിയുഗത്തിൽ സന്യാസത്തിന്റെ പേരിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സന്യാസിയുടെ യഥാർത്ഥ മാനസിക അവസ്ഥ എന്തായിരിക്കണം എന്നിവിടെ ആ ശുദ്ധമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ചൈതന്യ മഹാപ്രഭു നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ സന്യാസത്തിലേക്ക് പോകേണ്ടത് എന്നാണ് ഇവിടെ ശ്രീല പ്രഭാതർ പറയുന്നത്. ശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കണം സന്യാസിമാർ എന്ന് പറയുന്നത്. അപ്പം സത്വസംശുദ്ധിയും സന്യാസിക്ക് യോജിച്ച ഒരു ഗുണമാണ്, സന്യാസിക്ക് അത്യാവശ്യമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു ഗുണമായിട്ടാണ് പറയുന്നത്. മൂന്നാമത്തെ ക്വാളിറ്റി പറയുന്നത് ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്നാണ്. ഇതും സന്യാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്. ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു സന്യാസിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സന്യാസം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വേറെ പ്രവൃത്തിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഭിക്ഷയാചിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമല്ല. അല്ലെ, സ്കൂളുകൾ ഉണ്ടാക്കുക, ആശുപത്രികൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല സന്യാസം എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി സന്യാസം എടുക്കുന്നത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് സന്യാസിയുടെ ധർമ്മം എന്ന് പറയുന്നത്. ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ സന്യാസി ചെയ്യേണ്ടത്. അല്ലാതെ രാഷ്ട്രീയത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ പുണ്യപ്രവർത്തനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ആശുപത്രി കെട്ടുക, അന്നദാനം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ സന്യാസി ചെയ്യേണ്ടത്. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സമൂഹത്തിന് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. യാതൊരു വിവേചനവും ഇല്ലാതെ എല്ലാവർക്കും ഭഗവാനെ കുറിച്ചുള്ള അറിവ് കൊടുക്കുക. കാരണം അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്നത്. ജനങ്ങൾക്ക് ഉയരണമെങ്കിൽ, ആത്മീയമായിട്ട് ഉയരണമെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം.
അതാണ് ഏറ്റവും അത്യാവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കി സന്യാസി എല്ലായിടത്തും സഞ്ചരിച്ച് ഭിക്ഷയാചിക്കാൻ എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം ജ്ഞാനം പ്രചരണം ചെയ്യും. യഥാർത്ഥത്തിൽ അദ്ദേഹം ഭിക്ഷ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല സഞ്ചരിക്കുന്നത്, ഭഗവാനെ കുറിച്ചുള്ള അറിവ് പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു സന്യാസി സഞ്ചരിക്കേണ്ടത് എന്ന് പറയും. ഈ 3 ഗുണങ്ങളും സന്യാസിക്ക് ഏറ്റവും യോജിച്ചതാണെന്ന് പറഞ്ഞു. ആദ്യത്തെ 3 ഗുണങ്ങൾ അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി. അടുത്ത 3 ഗുണങ്ങൾ ഒരു ഗൃഹസ്ഥന് ഏറ്റവും കൂടുതൽ യോജിച്ചതാണ്, ഗൃഹസ്ഥന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. ദാനം, ദമശ്ച, യജ്ഞശ്ച. ദാനവും ദമ എന്ന് പറയുന്നത് ഇന്ദ്രിയ നിയന്ത്രണം, യജ്ഞം ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള കർമ്മങ്ങൾ. അത് എങ്ങനെയെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. പലതരം ദാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമ്മൾക്ക് സമയമായിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഈ ശ്ലോകത്തിൽ നമ്മൾ ഇതുവരെ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം ശ്ലോകം വായിക്കാം.